കോട്ടയം ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എനിക്ക് ജോർജ് കുര്യന്റെ വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പറയൂ. എല്ലാവരും കാത്തിരിക്കുകയാണ് കുടുംബസമേതം. അതുപോലെ തന്നെ BJP പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. കുറേ നേരമായി ഈ വാർത്ത അറിഞ്ഞപ്പോൾ മുതൽ ഇവിടേക്ക് നിരവധി പ്രവർത്തകർ എത്തി. അതുപോലെ തന്നെ അടുത്ത് അറിയാവുന്നവരെ, ജോർജ് കുര്യനുമായി സൗഹൃദമുള്ളവർ, അതുപോലെ തന്നെ ഈ നാട്ടിലുള്ളവർ, അവരെല്ലാം തന്നെ എത്തി കാത്തിരിക്കുകയാണ്. അല്പസമയം മുമ്പ് സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞ കണ്ടപ്പോൾ തന്നെ വലിയൊരു ആവേശത്തിലേക്ക് ഇവിടെ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ആ ഒരു നിമിഷത്തിന് വേണ്ടി, ജോർജ് കുര്യൻ്റെ ആ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഭാര്യയടക്കമുള്ളവർ ഇവിടെ അക്ഷമരായി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ സത്യപ്രതിജ്ഞ അവർക്ക് കാണാൻ സാധിക്കുമെന്നാണ്. ഇടയ്ക്കൊരു മഴയൊക്കെ പെയ്തു, അപ്പോൾ ഈ കാർപോർച്ചിൻ്റെ സൈഡിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും ആ തിരക്കിപ്പോഴുമുണ്ട്, നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാഴ്ച നേരിട്ട് കാണാൻ വേണ്ടി തന്നെയാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ പ്രവർത്തകരും എല്ലാം തന്നെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. കോട്ടയം കാണക്കാരിൽ നിന്ന്, അതായത് ജോർജ് കുര്യൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. സുരേഷ് ഗോപി അല്പം മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്തു. ടോബി ജോൺസൺ പറയുന്ന പോലെ ഒരുപാട് ആൾക്കാർ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് തോന്നുന്ന വലിയ താമസമില്ല, ജോർജ് കുര്യൻ സത്യപ്രതിജ്ഞ ചെയ്യും. വീണ്ടും ഡൽഹിയിൽ രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ബംഗാളിലെ BJP അധ്യക്ഷൻ അല്ലേ, അദ്ദേഹമാണ് സുഗാന്ത മജുംദാറാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റത്. വലിയ പ്രതീക്ഷ എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു 20-ലധികം സീറ്റുകൾ BJPക്ക് അവിടെ കിട്ടുമെന്നാണ് കരുതുന്നത്. പക്ഷേ 11 സീറ്റിലേക്ക് അവരുടെ സീറ്റ് നില കുറഞ്ഞു. പക്ഷേ എങ്കിലും സുഗാന്ത മജുംദാറിന് കേന്ദ്ര ക്യാബിനറ്റിൽ അംഗീകാരം ലഭിക്കുകയാണ്. കേന്ദ്ര സഹമന്ത്രിയാവട്ടെ ബംഗാളിലാവട്ടെ അവിടെ പ്രതീക്ഷിച്ച നേട്ടമുണ്ടായില്ലെങ്കിൽ കൂടിയും 8 പരമാവധി മന്ത്രിമാരെ കൊടുക്കുന്നു. കാശ്മീർ തൃശ്ശൂരിലെ BJP ഓഫീസിൽ സൂരജ് സജി ഉണ്ട്. അവിടെയും വലിയ ആഘോഷ പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ സൂരജ് സജി, എന്താ അവിടെ നിന്നുള്ള വിശേഷങ്ങൾ, അപ്ഡേറ്റ്സ്? ആ ദൃശ്യങ്ങൾ BJP തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. പറയൂ സൂരജ് സജി. തൃശ്ശൂരിൽ വലിയ ആവേശത്തിൽ തന്നെയാണുള്ളത്. സുരേഷ് ഗോപിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി കാത്തിരുന്ന ആളുകളാണ്. അവരെല്ലാവരും ഇനി അടുത്ത് കാത്തിരിക്കുന്നത് ജോർജ് കുര്യന് വേണ്ടിയാണ്. ആ സത്യപ്രതിജ്ഞ കാണാനുള്ള ആകാംക്ഷയിൽ കാത്തിരിക്കുന്ന ആളുകളാണ്. ഡൽഹിയിലാണുള്ളത്. ഇതെല്ലാവരും തന്നെ ഈ തൃശ്ശൂരിന്റെ സജീവ സാധാരണക്കാരായ പ്രവർത്തകരാണ്. അവരെല്ലാവരും വലിയ ആവേശത്തോടു കൂടി ഇന്ന് വൈകുന്നേരത്തോട്, അതായത് 3 മണിക്കൊക്കെ എത്തിയ ആളുകളാണ് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ. അവരിൽ പലരും ഇപ്പോഴും ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. വലിയ ആവേശമുണ്ട്. സുരേഷ് ഗോപി അങ്ങനെ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. എത്രത്തോളം ആവേശമുണ്ട്? അങ്ങേയറ്റത്തെ ആവേശമാണ്. പ്രത്യേകിച്ച് ഇരട്ടി മധുരം ജോർജ് കുര്യനും കൂടി മന്ത്രിയാകുന്നതിൽ വളരെ വളരെ സന്തോഷം. വളരെ ആവേശത്തിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തകരും. സന്തോഷത്തിലാണല്ലേ? അതിയായ സന്തോഷം. പ്രത്യേകിച്ച് തൃശ്ശൂരിന്റെ പാർലമെന്ററി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ജയിക്കുന്നവളെ മന്ത്രിയാകുന്നത്. കൂടെ ജോർജ് കുര്യനും ഞങ്ങളുടെ തലമുറക്കാരനാണ്. അത് വളരെ ആഹ്ലാദം നൽകുന്ന പരിപാടിയാണ്. ജോർജ് കുര്യന്റെ സത്യപ്രതിജ്ഞയാണ് ഇനി കാത്തിരിക്കുന്നത്. ജോർജ് കുര്യന്റെ സത്യപ്രതിജ്ഞയാണ് കാത്തിരിക്കുന്നത്. കാരണം ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ആളാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അദ്ദേഹം മന്ത്രിയാവുന്നത് തീർച്ചയായിട്ടും സുരേഷ് ഗോപിയുടെ കൂടെ ഒരു ആഡഡ് സന്തോഷമാണ് ഞങ്ങൾക്ക് ഉണ്ടാകുന്നത്. തൃശ്ശൂരിനും ഇരട്ടി മധുരാണ് പറഞ്ഞു വരുമ്പോൾ അല്ലേ? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ തൃശ്ശൂർ ചാർജ് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ജോർജ് കുര്യൻ, സംഘടനാചാരുന്ന വ്യക്തിയായിരുന്നു. മാത്രമല്ല തൃശ്ശൂരിൽ മിക്കവാറും എല്ലാ പരിപാടിയിലും പുള്ളി നിത്യസാന്നിധ്യമാണ്. അതുകൊണ്ട് എല്ലാവരും വലിയ ആവേശത്തിലല്ലേ? ഇത്തരത്തിൽ തന്നെയാണ് SKN. എന്തായാലും എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇനി ജോർജ് കുര്യന്റെ സത്യപ്രതിജ്ഞ കൂടി കാണാനുള്ള കാത്തിരിപ്പ്, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും തൃശ്ശൂരിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അങ്ങനെ വലിയ ആവേശം അലതല്ലുന്ന ഒരു സാഹചര്യമാണ് SKN. തൃശ്ശൂരിലെ BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ആണ് നമ്മൾ കണ്ടത്.